ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ലിയാപ്നോവ് സ്റ്റെബിലിറ്റി അനാലിസിസ് സെക്കൻഡ് മെത്തേഡാണ്. അപ്പോൾ സെക്കൻഡ് മെത്തേഡാണ് ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഓട്ടോണോമസ് സിസ്റ്റം എടുക്കുകയാണ്. എക്സ് ഡോട്ട് ഇസ് ഈക്വൽ ടു എ എക്സ്. അപ്പോൾ നമ്മൾ ലിയാപ്നോവ് ഫംഗ്ഷൻ വി ഓഫ് എക്സ് നമ്മൾ ക്വാഡ്രാറ്റിക് ഫോം റെപ്രസെൻറ്റേഷൻ നമ്മളിവിടെ പഠിച്ചിരുന്നു. വി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു? എക്സ് ട്രാൻസ്പോസ് പി എക്സ് ആണ് അല്ലേ. നമ്മൾ അതിനെ ഡെറിവേറ്റീവ് എടുക്കാൻ പോവാണ്. അപ്പോൾ വി ഡോട്ട് എക്സ് എന്ന് പറയുമ്പോൾ നമ്മളുടെ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുന്നതാണ്. അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? എക്സ് ഡോട്ട് ട്രാൻസ്പോസ് പി എക്സ്, അതായത് നമ്മൾ ഈ ഒരു ഫസ്റ്റ് ഫംഗ്ഷൻ നമ്മളവിടെ ഡെറിവേറ്റീവ് എടുത്തു, സെക്കൻഡ് ഫംഗ്ഷൻ അവിടെ നിർത്തിയിട്ട്, പ്ലസ് എക്സ് ട്രാൻസ്പോസ് പി എക്സ് ഡോട്ട് നമുക്ക് അവിടെ എഴുതാം. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ എക്സ് ഡോട്ടിന് പകരം നമ്മളുടെ എ എക്സ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ വരാം? എ എക്സ് ഹോൾ ട്രാൻസ്പോസ് പി എക്സ് പ്ലസ് എക്സ് ട്രാൻസ്പോസ് പി എക്സ് ഡോട്ടിന് പകരം എ എക്സ് നമ്മളവിടെ കൊടുത്തു. ഇനി നമുക്കിവിടെ ഈ എ എക്സ് ദ ഹോൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എക്സ് ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ്. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ എഴുതി അല്ലേ, പി എക്സ് അതുപോലെ എഴുതി, പ്ലസ് എക്സ് ട്രാൻസ്പോസ് പി എ എക്സ് നമ്മൾ എഴുതി. ഇനി ഇവിടെ എക്സ് ട്രാൻസ്പോസിനെ നമ്മളിവിടെ കോമൺ ആയിട്ട് എടുക്കുക. അപ്പോൾ അവിടെ എന്ത് വരും? എക്സ് ട്രാൻസ്പോസ് നമ്മൾ എ ട്രാൻസ്പോസ് പി പ്ലസ് പി എ നമ്മൾ ഒരുമിച്ച് എഴുതി, എ ട്രാൻസ്പോസ് പി പ്ലസ് പി എ ഇൻറ്റു എക്സ്. അപ്പോൾ ഇവിടെ ഈ ഒരു ടേം ഉണ്ടല്ലോ, എ ട്രാൻസ്പോസ് പി പ്ലസ് പി എ, അതിനെ നമ്മളിവിടെ മൈനസ് ക്യൂ എന്ന് പറഞ്ഞിട്ട് അവിടെ കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം നമുക്ക് എന്ത് വരും? മൈനസ് എക്സ് ട്രാൻസ്പോസ് ക്യൂ എക്സ് നമുക്ക് അവിടെ വരും. അപ്പോൾ ക്യൂ എന്ന് പറയുന്നത് എന്തായിരുന്നു? പോസിറ്റീവ് ഡെഫിനിറ്റ് മെട്രിക്സ് ആണ് നമ്മളവിടെ ചൂസ് ചെയ്യണത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ വി ഡോട്ട് എക്സ് എന്ന് പറയുന്നതാണ് അവിടെ നെഗറ്റീവ് ഡെഫിനിറ്റ് ആയിരിക്കും. നമുക്ക് നോം എക്സ് എന്ന് പറയുന്നത് ഇവിടെ എക്സ് ട്രാൻസ്പോസ് പി എക്സിൻ്റെ റൂട്ട് എടുത്താൽ മതി. ഇത് റൂട്ട് ഓഫ് എക്സ് ട്രാൻസ്പോസ് പി എക്സ്. അപ്പോൾ എക്സ് ട്രാൻസ്പോസ് പി എക്സ് എന്ന് പറഞ്ഞത് എന്തായിരുന്നു? അത് വി ഓഫ് എക്സ് ആണ്, ലിയാപ്നോവ് ഫംഗ്ഷൻ അല്ലേ. അപ്പോൾ വി ഓഫ് എക്സിൻ്റെ റൂട്ട് നമുക്ക് എടുത്താൽ മതി. അതായത് വി ഓഫ് എക്സ് ദ ഹോൾ റേസ് ടു 1/2 എന്ന് വരും. നമ്മൾ ഇത് രണ്ട് സൈഡും സ്ക്വയർ എടുത്ത് വിചാരിക്കാം. അതായത് വി ഓഫ് എക്സ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് വരും? നോം എക്സ് സ്ക്വയർ നമുക്ക് ഇവിടെ വരും. അപ്പോൾ ഇതിൽ നിന്നിട്ട് നമുക്ക് മനസ്സിലാക്കാം എന്താണ്? എസ് നോം എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി, അതായത് നോം എക്സിൻ്റെ വാല്യൂ ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ എന്തോ വി ഓഫ് എക്സ് ഓട്ടോമാറ്റിക്കലി ഇൻഫിനിറ്റിയിലേക്ക് പോകും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് പറയാം? ആ സിസ്റ്റം എന്ന് പറയുന്നത് അസിംപ്ടോട്ടിക്കലി സ്റ്റേബിൾ ഇൻ ലാർജ് അറ്റ് ദ ഒറിജിൻ എന്ന് നമുക്കവിടെ പറയാം. അപ്പോൾ നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. കൺസിഡർ ദ സിസ്റ്റം ഡിസ്ക്രൈബ്ഡ് ബൈ x1 ഡോട്ട് x2 ഡോട്ട് നമുക്ക് തന്നിട്ടുണ്ട് 0 1 -1 -1 x1 x2. ഇതാണ് നമ്മുടെ എ മാട്രിക്സ് എന്ന് പറയുന്നത്. ചെക്ക് ദ സ്റ്റെബിലിറ്റി ഓഫ് ഈക്വിലിബ്രിയം സ്റ്റേറ്റ് യൂസിങ് ഡയറക്റ്റ് മെത്തേഡ് ഓഫ് ലിയാപ്നോവ്. ഇപ്പോൾ ലിയാപ്നോവ് ഫംഗ്ഷൻ എക്സ് ട്രാൻസ്പോസ് പി എക്സ് അല്ലേ, നമ്മൾ സോൾവ് ചെയ്യേണ്ട ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ട്രാൻസ്പോസ് പി പ്ലസ് പി എ ഇസ് ഈക്വൽ ടു -q. ഇതാണ് നമ്മളവിടെ സോൾവ് ചെയ്യേണ്ടത്. എന്നിട്ട് പി മെട്രിക്സ് കണ്ടുപിടിക്കാം. അവിടെ എഴുതിയിട്ടുണ്ട് വേർ ഫോർ എനി പോസിറ്റീവ് ഡെഫിനിറ്റ് മെട്രിക്സ് ക്യൂ. അതായത് ഒരു പോസിറ്റീവ് ഡെഫിനിറ്റ് മെട്രിക്സ് ക്യൂ നമ്മൾ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദർ എക്സിസ്റ്റ് എ പോസിറ്റീവ് സിമെട്രിക് മെട്രിക്സ് പി. അവിടെ നമുക്കൊരു പി മെട്രിക്സ് നമുക്കിവിടെ ഉണ്ടാവും. അപ്പോൾ പി എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? അതൊരു പോസിറ്റീവ് സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. അപ്പോൾ നമുക്കത് ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് പി മെട്രിക്സ് എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനെ സ്റ്റെബിലിറ്റിനെ കുറിച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ സോൾവ് ചെയ്യേണ്ടത് എ ട്രാൻസ്പോസ് പി പ്ലസ് പി എ ഇസ് ഈക്വൽ ടു -q ആണ്. അപ്പോൾ ഇതിൽ ഇതാണ് നമ്മുടെ എ മാട്രിക്സ് എന്ന് പറയുന്നത്. ഈ 0 1 -1 -1 ആൻഡ് നമ്മൾ എന്ത് ചെയ്യണം? ലെറ്റ് പി ഇസ് ഈക്വൽ ടു, അതായത് പി മാട്രിക്സ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് P11 P12 P12 P22 എന്നിട്ടവിടെ കൊടുക്കാം. ഇത് റിയൽ സിമെട്രിക് മെട്രിക്സ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളവിടെ ആ രണ്ട് എലമെൻറ്റും സെയിം ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അതായത് P12 ആൻഡ് P21 ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ വരും പി മാട്രിക്സ് എന്ന് പറയുന്നത്. ആൻഡ് ക്യൂ മെട്രിക്സ് നമുക്ക് ഐഡന്റിറ്റി മെട്രിക്സ് എടുക്കാം. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ നമുക്ക് ട്രാൻസ്പോസ് എടുക്കുമ്പോൾ നമുക്ക് ഈ മെട്രിക്സ് ഇങ്ങനെ വരാം. 0 -1 1 -1 നമുക്ക് അവിടെ വരും. ഇതാണ് നമ്മുടെ എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത്. ആൻഡ് പി മാട്രിക്സ് പ്ലസ് പി എ എന്ന് പറയുമ്പോൾ പി മാട്രിക്സ് എഴുതി. എ എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ എ മാട്രിക്സ് എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു ക്യൂ മെട്രിക്സ് എന്ന് പറയുന്നത് നമ്മൾ ഐഡന്റിറ്റി മെട്രിക്സ് ആണ് എടുത്തത് അല്ലേ. അപ്പോൾ അതായത് -q ആണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മൈനസ് ഉള്ളിൽ കൊടുത്തപ്പോൾ എന്ത് വരുന്നു? -1 0 0 -1 നമ്മൾ അവിടെ വരും. ഇനി മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നമ്മളവിടെ ചെയ്യുമ്പോൾ, അതായത് ഫസ്റ്റ് റോയും ഈ ഫസ്റ്റ് കോളം തമ്മിൽ ചെയ്യുമ്പോൾ എന്ത് വരും? 0 × P11 പ്ലസ് -1 × P12 എന്ന് പറയുമ്പോൾ -P12 നമുക്കവിടെ വരും. ഇനി നമ്മൾ ഫസ്റ്റ് റോയും സെക്കൻഡ് കോളം ചെയ്യുമ്പോൾ എന്ത് വരും? 0 × P12 പ്ലസ് -1 × P22 എന്ന് പറയുമ്പോൾ അവിടെ -P22 വരും. അപ്പോൾ അങ്ങനെ നമ്മൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാണ്. അപ്പോൾ അവിടെ നമുക്ക് എന്ത് വരും? P11 - P12, പിന്നെ ഇവിടെ വരുമ്പോൾ P12 - P22 എന്ന് വരും. ഇനി ഈ രണ്ട് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -P12 P11 - P12 -P22 P12 - P22 എന്നിവിടെ വരും.
ഈക്വൽസ് -1 0 0 -1. ഇത് നമ്മൾ മാട്രിക്സ് അഡീഷൻ ചെയ്യാണ്. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? -2p12 p11 -p12 -p22. ഇവിടെയും p11 -p12 -p22. ഇനി ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? ഇത് രണ്ടും സെയിം എലമെന്റ് ആണ്. അപ്പോൾ നമുക്ക് അവിടെ 2 × p12 - p22 നമുക്ക് അവിടെ എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു -1 0 0 -1 അവിടെ വരും. ഇപ്പോൾ നമ്മൾ മാട്രിക്സ് നമ്മൾ സോൾവ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് ഈ ഒരു മാട്രിക്സ് ആയിരുന്നു അല്ലേ. അപ്പോൾ നമുക്കിത് ഓരോരോ എലമെന്റ്സ് നമ്മളിവിടെ ഇക്വേറ്റ് ചെയ്യാം. അതായത് ഫസ്റ്റ് എലമെന്റ് -2p12 നമ്മൾ -1 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ അവിടെ p12 എന്ന് പറയുന്നത് എന്ത് വരും? അവിടെ 1/2 എന്ന് നമുക്ക് അവിടെ വരും. ഇനി നമ്മൾ ഫോർത്ത് എലമെന്റ് ഉണ്ടല്ലോ 2 × p11 - p22 അത് നമ്മൾ -1 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ -1 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? ഈ 2 നമ്മൾ താഴേക്ക് കൊണ്ടുവരുമ്പോൾ p12 - p22 എന്ന് പറയുന്നത് -1/2 എന്ന് വരും. അപ്പോൾ p22 = ഇതിനെ നമ്മൾ p12 + 1/2 നമുക്ക് അവിടെ എഴുതാം. അതായത് ഇതിനെ നമ്മൾ റീഅറേഞ്ച് ചെയ്യുമ്പോൾ അപ്പോൾ അവിടെ p12 എന്ന് പറയുന്നത് ഹാഫ് ആണ്. അപ്പോൾ അവിടെ 1/2 + 1/2 എന്ന് പറയുമ്പോൾ അവിടെ 1 എന്ന് വരും. ഇനി നമുക്ക് ഈ ഒരു എലമെന്റ് ഉണ്ടല്ലോ അത് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. അതായത് p11 - p12 - p22 = 0. അതിൽ p12നും p22നും വാല്യൂ നമ്മൾ കൊടുക്കുക. ഇത് -1/2ഉം -1ഉം കൊടുക്കുക. അപ്പോൾ നമുക്ക് അവിടെ എന്ത് വരും? p11 = 3/2 എന്ന് നമുക്ക് അവിടെ വരും. അപ്പോൾ നമുക്ക് എല്ലാ എലമെന്റും കിട്ടി. നമുക്ക് p എങ്ങനെ എഴുതാം? നമുക്ക് 3/2 1/2 ഈ രണ്ട് എലമെന്റും സെയിം ആയതുകൊണ്ട് നമ്മളവിടെ രണ്ട് എലമെന്റ് 1/2 കൊടുത്തു. ഇവിടെ 1 വരും. ഇതാണ് നമ്മുടെ p മാട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് p മാട്രിക്സ് കിട്ടി. അതായത് 3/2 1/2 1/2 1. ഇനി നമ്മൾ സിൽവസ്റ്റേഴ്സ് ക്രൈറ്റീരിയ അപ്ലൈ ചെയ്യുക. അതായത് ഫസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് 3/2. അപ്പോൾ p11 എന്ന് പറയുന്നത് > 0 ആണ്. ഇനി ഡിറ്റർമിനന്റ് p എന്ന് പറയുമ്പോൾ 3/2 - 1/4 എന്ന് പറയുമ്പോൾ 5/4 എന്നവിടെ വരും. അതും > 0 ആണ്. അപ്പോൾ p മാട്രിക്സ് എന്ന് പറയുന്നത് പോസിറ്റീവ് ഡെഫിനിറ്റ് ആണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടെ എന്ത് പറയാം? സിസ്റ്റം ഈസ് അസിംപ്റ്റോട്ടിക്കലി സ്റ്റേബിൾ അറ്റ് ഒറിജിൻ നമുക്ക് അവിടെ പറയാം. ഇനി നമ്മുടെ അടുത്ത് ലിയാപ്നോവ് ഫംഗ്ഷൻ കാണാൻ പറഞ്ഞിട്ടുണ്ട് ഇതേ ക്വസ്റ്റ്യനിൽ അല്ലേ. അപ്പോൾ v(x) എന്ന് പറയുന്നത് x∗ px ആയിരുന്നു. അപ്പോൾ x∗ എന്ന് പറയുമ്പോൾ x1 x2 നമ്മൾ എഴുതി. ആൻഡ് p മാട്രിക്സ് 3/2 1/2 1/2 1 വരും. ആൻഡ് x1 x2. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? x1² കോഎഫിഷ്യന്റ് ആയിരിക്കും ഇവിടെ ഈ ഒരു ഡയഗണൽ എലമെന്റ് x1² x2² കോഎഫിഷ്യന്റ് ആവും. അപ്പോൾ അവിടെ 3/2 x1² പ്ലസ് ഈ രണ്ട് എലമെന്റ് ആഡ് ചെയ്യുമ്പോൾ അവിടെ എന്താ പറയുക? 1/2 + 1/2 1 അല്ല. അത് x1 x2 കോഎഫിഷ്യന്റ് ആവും. അപ്പോൾ അവിടെ എന്താ വരും? അവിടെ x1 x2 പ്ലസ് x2² കോഎഫിഷ്യന്റ് 1 ആയതുകൊണ്ട് നമ്മൾ അതിവിടെ അതുപോലെ എഴുതി. അപ്പോൾ നമുക്ക് വരുന്ന ലിയാപ്നോവ് ഫംഗ്ഷൻ ഇങ്ങനെയാണ്: 3/2 x1² പ്ലസ് x1 x2 പ്ലസ് x2². അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് അവിടെ ലിയാപ്നോവ് സെക്കൻഡ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്യുക. ജസ്റ്റ് അപ്പോൾ p മാട്രിക്സ് കണ്ടുപിടിക്കുക. അത് പോസിറ്റീവ് ഡെഫിനിറ്റ് ആണെങ്കിൽ നമുക്ക് അവിടെ അസിംപ്റ്റോട്ടിക്കലി സ്റ്റേബിൾ അറ്റ് ഒറിജിൻ നമുക്ക് അവിടെ പറയാം.